നമ്മൾ പ്രൊമോയിലൊക്കെ കണ്ട ഭൂമി കയ്യേറ്റം ടാസ്ക് ഇപ്പോൾ ഒരു വലിയ പ്രശ്നത്തിൽ വന്ന് നിൽക്കുകയാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ടാസ്ക് ബിഗ് ബോസ് പറഞ്ഞ എന്താണ്, ഒരു ടാർപ്പ വിരിച്ച് കുറേ മണ്ണ് ഇട്ടിട്ടുണ്ടാവും. ആ മണ്ണിനകത്ത് കൊടി കുത്തുക. ഏറ്റവും കൂടുതൽ കൊടി കുത്തുന്ന ടീം ജയിക്കുമെന്നാണ് ബിഗ് ബോസ് പറഞ്ഞത്. അതായത് നമ്മുടെ ഗാർഡൻ ഏരിയയിൽ ഒരു പ്രത്യേകമായിട്ട് തയ്യാറാക്കിയിട്ടുള്ള ഒരു ഏരിയ, അതിനകത്ത് മണ്ണുണ്ടാവും. രണ്ട് ടീമായിട്ട്, ടീം എ ബി എന്ന് പറയുന്ന രണ്ട് ടീമായിട്ട് തിരിയുക. ഈ ടീമായിട്ട് തിരിഞ്ഞതിന് ശേഷം രണ്ട് ടീമിനും രണ്ട് കളർ കൊടി കൊടുത്തിട്ടുണ്ട്, പിങ്കും യെല്ലോയും. ഏറ്റവും കൂടുതൽ കൊടി കുത്തുന്ന ടീമായിരിക്കും വിജയിക്കുക. അപ്പോൾ ഇവിടെ കൊടി കുത്തുന്നതിനോടൊപ്പം തന്നെ ടീമിലെ മറ്റുള്ളവർക്ക് മറ്റേ ടീം കുത്തുന്ന കൊടിയെ നശിപ്പിക്കാനുമുള്ള അവസരമുണ്ട്. അത്യാവശ്യം ഫിസിക്കലായിട്ടുള്ള ഒരു ടാസ്ക് ആണ്. ടീം അംഗങ്ങൾ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു ടീമിനകത്ത് നമ്മുടെ അക്ബർ, അഭിലാഷ്, അതുപോലെ സരിക, നെവിൻ, റെന ഫാത്തിമ, അനീഷ്, അതുപോലെ നമ്മുടെ ആദില, അനുമോള്, ആര്യൻ എന്നിവരൊക്കെയാണ് ഉള്ളത്. മറ്റേ ടീമിനകത്ത് നമ്മുടെ ഷാനവാസ് ഉണ്ട്, അതുപോലെ തന്നെ ഒണീലുണ്ട്, പിന്നെ നമ്മുടെ ശൈത്യ, നൂറ, നമ്മുടെ അപ്പാനി, ഇവരൊക്കെ നമ്മുടെ രേണു സുധി, ശാരിക, ഇവരൊക്കെ ആ ടീമിലാണ്. സോ അങ്ങനെ രണ്ട് ടീമായിട്ടാണ് ഇവർ മത്സരിക്കുന്നത്. മത്സരത്തിനൊടുവിൽ ഭയങ്കരമായിട്ടുള്ള ഫിസിക്കലായിട്ടുള്ള പ്രശ്നങ്ങൾ നടന്നു. അങ്ങോട്ടും ഇങ്ങോട്ടും അടി ഇടിയൊക്കെ നടന്നു. അറിഞ്ഞും കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഇടിയും അടിയൊക്കെ ഉണ്ടായി. ഫിസിക്കലായിട്ട് തന്നെ ചെയ്തു. പിന്നെ അവസാനം ബിഗ് ബോസ് ഒരുപാട് തവണ വാണിംഗ് കൊടുത്തു, ഒരുപാട് തവണ ബീപ്പ് സൗണ്ടും ബസർ ശബ്ദവും ഒക്കെ കേൾപ്പിച്ചിട്ടുന്നു. നിർത്തണില്ല. അവസാനം ആര്യനെ കൺഫെഷൻ റൂമിലേക്ക് വിളിപ്പിച്ചു. എല്ലാവരുടെ അടുത്തും ലിവിങ് ഏരിയയിൽ വന്നിരിക്കാൻ പറഞ്ഞു. ഇപ്പോൾ ഓരോരുത്തരായിട്ട് ഡോക്ടറെ അടുത്ത് പോയി കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. റിസൾട്ട് ഒന്നും ഞാനിപ്പോൾ ലൈവിൽ നോക്കിയപ്പോൾ ഇതുവരെയും പറഞ്ഞിട്ടില്ല. 5-6 കോടിയൊക്കെ അവിടെ ഇവിടെയൊക്കെ കാണാം. നല്ല രീതിയിൽ എല്ലാവരും ട്രൈ ചെയ്തു കേട്ടോ. നല്ലപോലെ ഇടികളും ചവിട്ടുകളും ഒക്കെ കിട്ടിയിട്ടുമുണ്ട്. കൂടുതൽ അപ്ഡേറ്റ്സുമായി വീണ്ടും വരാം.